Hello everyone, welcome to Franklin's Lectures. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. PC MET 302 S3യിലുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എന്തിനാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുന്നത്? ഓക്കെ, നമ്മുടെ ഹെഡിങ്ങിൽ തന്നെയുണ്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. ഇവിടെ നമ്മൾ സോളിഡ്സിനെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ബേസിക്കലി നോക്കാൻ പോകുന്നത് എന്താണ്? സോളിഡ്സ് ഇപ്പോൾ സോളിഡ്സിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, സോളിഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് എന്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബോഡി എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, ആ ബോഡി സ്ട്രെച്ച് ആവുകയാണോ, അല്ലെങ്കിൽ ആ ബോഡി കംപ്രസ് ചെയ്യുകയാണോ, ട്വിസ്റ്റ് ആവുകയാണോ, ബെൻഡ് ആവുകയാണോ, അല്ലെങ്കിൽ എത്രത്തോളം ആ ബോഡി ഡീഫോം ആകപ്പെടുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒറ്റ ലൈനിൽ പറഞ്ഞാൽ നമ്മൾ എന്താണ് ബിഹേവിയർ ഓഫ് സോളിഡ്സ് ആണ് എന്തിൽ പഠിക്കുന്നത്? ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ സിലബസ് എന്താണ്, അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒന്ന് നോക്കാം. സോ ടോട്ടൽ നമുക്ക് എത്രയാണ്? 100 മാർക്സ് ആണുള്ളത്. അതിൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിൽ നമുക്ക് എത്രയാണ്? 40 മാർക്സ് ആണുള്ളത്. അതുപോലെ തന്നെ സെമസ്റ്റർ എക്സാമിനേഷൻസ് നമുക്ക് എത്രയാണ്? 60 മാർക്സ് ആണുള്ളത്. സോ ടോട്ടൽ നമുക്ക് 100 മാർക്സ് ആണുള്ളത്. സെമസ്റ്റർ എക്സാമിനേഷൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ്? 2.5 hours ആണ് നമുക്ക് സെമസ്റ്റർ എക്സാമിനേഷൻസ് ഉള്ള ഡ്യൂറേഷൻ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അടുത്തെന്താണ് ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ പാറ്റേൺ എന്താണ് എന്ന് നമുക്കൊന്ന് വ്യക്തമായി ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം അതിൽ വരുന്നത് എന്താണ്? അറ്റൻഡൻസ് ആണ്. സോ അറ്റൻഡൻസിൽ നമുക്ക് എത്രയാണ്? 5 മാർക്സ് ആണ് നമുക്ക് അറ്റൻഡൻസിനുള്ളത്. അതുപോലെ തന്നെ അസൈൻമെന്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റിന് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 15 മാർക്സ് ആണ് അസൈൻമെന്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റിന് നമുക്കുള്ളത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റേണൽ അസസ്മെന്റ് 1, അതുപോലെ ഇന്റേണൽ എക്സാമിനേഷൻ 2. ഇന്റേണൽ എക്സാമിനേഷൻ 1 നമുക്ക് 10 മാർക്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഇന്റേണൽ എക്സാമിനേഷൻ 2 നമുക്ക് എന്താണ്? 10 മാർക്സ് ആണുള്ളത്. സോ അറ്റൻഡൻസിന് നമുക്ക് 5 ഉണ്ട്, പ്രൊജക്ട് അസൈൻമെന്റിന് നമുക്ക് 15 ഉണ്ട്, രണ്ട് ഇന്റേണൽ എക്സാമിനേഷൻസ് നമുക്ക് 20 മാർക്സ് ആണുള്ളത്. സോ ടോട്ടൽ നമുക്ക് എത്രയാണ്? 40 മാർക്സ് ആണ് നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിലൂടെ ലഭിക്കുന്ന മാർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും, 40. സോ അടുത്ത് നമുക്ക് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെമസ്റ്റർ എക്സാമിനേഷൻസിനെ കുറിച്ചാണ്. സെമസ്റ്റർ എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ട്. സോ പാർട്ട് എയിൽ നമുക്ക് എത്രയാണ്? ദർ വിൽ ബി ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമുക്ക് മൊത്തം 4 മൊഡ്യൂളാണ് ഉണ്ടാവുക. സോ 4 മൊഡ്യൂളിൽ നമുക്ക് എത്രയാണ്? 8 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ഉണ്ടാവുക. ഈച്ച് ക്യാരിങ് എന്താണ്? 3 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പാർട്ട് ബിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈച്ച് സ്റ്റുഡന്റ് ക്യാൻ ചൂസ് എനി 1 ഫുൾ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 2 ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചൂസ് ചെയ്ത് എഴുതുകയും ചെയ്യാം. സോ പാർട്ട് എയിൽ നമുക്ക് വിശദമായി നോക്കാം. 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഓക്കെ, അത് 2 നമ്മൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ ഓഫ് 8 ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എന്താണ്? 3 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, സോ 8 into 3 ഓരോ ക്വസ്റ്റ്യൻ 3 മാർക്സ് ആണ്. സോ 24 മാർക്സ് ആണ് നമുക്ക് എന്തിലുള്ളത്? പാർട്ട് എയിലുള്ളത്. സോ പാർട്ട് ബിയിലേക്ക് നോക്കുവാണെങ്കിൽ എന്താണ്? 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതുകയും ചെയ്യാം. സോ ചിലപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് മാക്സിമം 3 സബ് ഡിവിഷൻസ് വരെ ആകാമെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, സോ സ്പ്ലിറ്റ് ആയിട്ട് ചോദിക്കാം, 2 സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 5, 4 എന്നൊക്കെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എന്താണ്? 9 മാർക്സ് ആണ് കേട്ടോ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 മാർക്സ്. സോ നമുക്ക് ആകെ മൊത്തം ഉള്ളത് 4 മൊഡ്യൂളാണ്. സോ 4 into 9 നമുക്ക് എത്രയാണ്? 36 മാർക്സ് വിൽ ബി awarded to you from part B എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ടോട്ടലി പാർട്ട് എ 24 ആൻഡ് പാർട്ട് ബി 36. നമുക്ക് ടോട്ടലി എത്ര മാർക്സ് ആണ് ഉള്ളത്? 60 മാർക്സ് is being asked for എന്താണ്? സെമസ്റ്റർ എക്സാമിനേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനെ കുറിച്ച് നോക്കി, സെമസ്റ്റർ എക്സാമിനേഷൻസിനെ കുറിച്ച് നമ്മൾ നോക്കി. അടുത്തായിട്ട് നമുക്ക് എന്താണ് നോക്കാൻ പോവാം? നമുക്ക് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന സബ്ജക്റ്റിന്റെ സിലബസ് ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ സിലബസ് മൊഡ്യൂൾ 1ന്റെ സിലബസിലേക്ക് നമുക്കൊന്ന് നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ ടു അനാലിസിസ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. സോ ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയുമ്പോൾ ഒരു ബോഡിയുടെ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഒരു ബോഡിയുടെ ഷേപ്പ് ആൻഡ് സൈസസിൽ
മാറ്റം വരികയാണെങ്കിൽ അങ്ങനെയുള്ള ബോഡീസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡീഫോമബിൾ ബോഡീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ ലോഡ്സ് എന്താണ് നമ്മൾ പഠിക്കും? നോർമൽ, ഷിയർ, ബെൻഡിങ് ആൻഡ് ഷിയറിംഗ് സ്ട്രെസ്സസ് വിയറിംഗ് സ്ട്രെസ്സസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. ലീനിയർ ആൻഡ് ഷിയർ സ്ട്രെയിൻസിനെ കുറിച്ച് നമ്മൾ നോക്കും. എന്താണ് ലീനിയർ ആൻഡ് ഷിയർ സ്ട്രെയിൻസിനെ കുറിച്ച് നമ്മൾ നോക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഹൂക്സ് ലോ. സോ നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെൻ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് സ്ട്രെയിൻ വിത്തിൻ ദ എലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റും? ഹൂക്സ് ലോ എന്ന് പറയാൻ പറ്റും അല്ലേ. സോ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രംസ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രംസ് നമ്മൾ പഠിക്കും. സോ കോൺസെപ്റ്റ്സ് ഓഫ് ഐസോട്രോപ്പി, ഓർത്തോട്രോപ്പി, അനിസോട്രോപ്പി ഒക്കെ നമ്മൾ പഠിക്കും. സോ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, സോ എലാസ്റ്റിക് കോൺസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കും. പോയ്സൺസ് റേഷ്യോ എന്താണെന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലാസ്റ്റിക് കോൺസ്റ്റന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലെ തന്നെ ഡീഫോർമേഷൻ ഇൻ ആക്ച്വലി ലോഡഡ് ബാർസ് നമ്മൾ നോക്കും. യൂണിഫോം ക്രോസ് സെക്ഷൻ, വേരിയിങ് ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കും. ഡിസിമിലർ മെറ്റീരിയൽസ്, കോമ്പസിറ്റ് മെറ്റീരിയൽസിലൊക്കെ നമ്മൾ കോമ്പസിറ്റ് മെറ്റീരിയൽസ് എങ്ങനെയാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആക്ട് ചെയ്യുക എന്ന് നമ്മൾ നോക്കും. എത്രത്തോളം എലോങ്ങേറ്റ് ആകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമ്മൾ നോക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെർമൽ എഫക്ട്സ് ഇൻ സിമ്പിൾ ആൻഡ് കോമ്പസിറ്റ് ബാർസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊഡ്യൂൾ 1-ൽ നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 1 കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഓക്കെ, മൊഡ്യൂൾ 1 നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മൊഡ്യൂൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, സോ മൊഡ്യൂൾ 2 നമ്മൾ നോക്കുവാണെങ്കിൽ മൊഡ്യൂൾ 2 രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഫസ്റ്റ് ഹാഫ് ഇസ് ടോർഷൻ, സെക്കൻഡ് ഹാഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബീംസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ടോർഷൻ ആണ്. സോ ടോർഷനിൽ എന്താണ്? ഷാഫ്റ്റ്സ് നമ്മൾ നോക്കും. ടോർഷൻ തിയറി ഓഫ് എലാസ്റ്റിക് സർക്കുലർ ബാർസ് നമ്മൾ നോക്കും. അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അത് നമ്മൾ നോക്കും. അതുപോലെ തന്നെ പോളാർ മോഡുലസ്, ടോർഷണൽ റിജിഡിറ്റി എന്താണ് നമ്മൾ നോക്കും. ഷാഫ്റ്റ് ഡിസൈൻ ഫോർ ടോർഷണൽ ലോഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ള ടോർഷൻ. ഓക്കെ, സോ ട്വിസ്റ്റിംഗ് ഫോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോർഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ രണ്ടാമത്തെ ഹാഫ് നമ്മൾ എന്ത് പറയുന്നത്? ബീംസ് ആണ്. സോ ഈ ബീംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ ബീംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബീംസ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ബീംസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം, കണ്ടിന്യൂസ് ബീം, ഇങ്ങനെയുള്ള ബീംസിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഡയഗ്രമാറ്റിക് കൺവെൻഷൻസ് ഫോർ സപ്പോർട്ട്സ് ആൻഡ് ലോഡിംഗ് നമ്മൾ നോക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ്, ഡയഗ്രംസ് ഓഫ് കാൻഡിലിവർ ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രം ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രം നമ്മൾ പഠിക്കും. വളരെ സിമ്പിളുമാണ്. സോ വിത്ത് എന്തൊക്കെയാണ്? പോയിന്റ് ലോഡ്സും UDLുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പോയിന്റ് ലോഡ്സ് ആൻഡ് UDL നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡൊന്നും നമുക്ക് സിലബസിൽ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോയിന്റ് ലോഡും അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡും യൂണിഫോംലി എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുമാണ് നമുക്ക് ഈ സിലബസിൽ മെയിൻ ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താണ്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്താണ് നമ്മൾ പഠിക്കുകയും ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് നമ്മൾ മൊഡ്യൂൾ 2-ൽ പഠിക്കുക. മൊഡ്യൂൾ 2-ൽ ഫസ്റ്റ് ഹാഫ് ടോർഷൻ ആണ്, സെക്കൻഡ് ഹാഫ് എന്താണ്? ബീംസും ആണെന്ന് ഓർത്ത് വയ്ക്കുക. സോ മൊഡ്യൂൾ 3-ൽ എന്താണ്? സ്ട്രെസ്സസ് ഇൻ ബീംസ് ആണ്. മൊഡ്യൂൾ 3 is about stresses in beams. ഫസ്റ്റ് നമ്മൾ പ്യുവർ ബെൻഡിങ് എന്താണെന്ന് നോക്കും. ഫ്ലെക്ചർ ഫോർമുല ഫോർ ബീംസ് എന്താണെന്ന് നമ്മൾ നോക്കും. അതിന്റെ അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കും. സെക്ഷൻ മോഡുലസ് എന്താണെന്ന് പഠിക്കും. അത് മെയിൻലി നമ്മൾ എന്താണ്? ഫോർ റെക്ടാങ്കുലർ സെക്ഷൻസ് ആയിരിക്കും നമ്മൾ മെയിൻലി നോക്കുക. ഓക്കെ, അതിന്റെ അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻ നമ്മൾ നോക്കും. സെക്കൻഡ് ഹാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുമ്പോൾ മക്കലസ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഈ മെത്തേഡ് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നമ്മൾ കണ്ടുപിടിക്കാൻ മക്കലസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ബീമിന്റെ ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഓക്കെ, യെസ്, ഇതാണ് നമ്മൾ മൊഡ്യൂൾ 3-ൽ പഠിക്കേണ്ട കാര്യങ്ങൾ. മൊഡ്യൂൾ 4 അഗെയിൻ എന്താണ്? മൊഡ്യൂൾ 4 നമുക്ക് കുറച്ച് വാസ്റ്റ് ആണ് നമുക്ക്, ബട്ട് ഇറ്റ് ഇസ് എ വെരി ഈസി മൊഡ്യൂൾ. സ്ട്രെസ് ഓൺ ഇൻക്ലൈൻ പ്ലെയിൻസ് ഡ്യൂ ടു യൂണിയാക്ഷ്യൽ ലോഡ്സ്, അതുപോലെ തന്നെ ബൈആക്ഷ്യൽ വിത്ത് എന്താണ്? അക്കമ്പനിഡ് ബൈ ഷിയർ സ്ട്രെസ്സും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ നോക്കേണ്ടി വരും. സോ സ്ട്രെസ് ഓൺ ഇൻക്ലൈൻ പ്ലെയിൻ ഡ്യൂ ടു 2 നോർമൽ സ്ട്രെസ്സസ് അക്കമ്പനിഡ് ബൈ ഷിയർ സ്ട്രെസ്. സോ നമ്മളവിടെ എന്താണ്? ടാൻജൻഷ്യൽ സ്ട്രെസ്, നോർമൽ സ്ട്രെസ്, അതുപോലെ തന്നെ റിസൾട്ടന്റ് സ്ട്രെസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ തന്നെ
നേരെ അതിൽ തന്നെയുള്ള ഗ്രാഫിക്കൽ മെത്തേഡാണ് ഇത് മൂന്നും കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ നോമിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് അതുപോലെ തന്നെ റിസൾട്ടന്റ് സ്ട്രെസ് ഒക്കെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് പടം വരച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മോർ സർക്കിൾ ഓഫ് സ്ട്രെസ് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ അതിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ബക്ലിംഗ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ലോങ് കോളംസ് ആണ് നമ്മൾ പഠിക്കുക. ബക്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് കോളം എത്രത്തോളം സൈഡിലേക്ക് സൈഡ് വേർഡ്സ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. സോ യൂളേഴ്സ് ബക്ലിംഗ്, ക്രിപ്ലിംഗ് ലോഡ് എന്താണ് ഇവിടെ നമ്മൾ നോക്കുക. യൂളേഴ്സ് ഫോർമുല വെച്ച് നമ്മൾ നോക്കും, അതുപോലെ തന്നെ റാൻകൈൻസ് ഓയിലേഴ്സ് ഫോർമുല വെച്ച് നമ്മൾ നോക്കും, റാൻകൈൻസ് ഫോർമുല വെച്ച് നമ്മൾ ഇവിടെ എത്രത്തോളമാണ് കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഫോർ കോളംസ് ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് നമ്മൾ പഠിക്കും. കോളംസ് വിത്ത് രണ്ട് എൻഡ് ഫിക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻഡ് ഫ്രീ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോളംസിന്റെ ക്രിപ്ലിംഗ് ആൻഡ് ബക്ലിംഗ് ലോഡ്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കും. സോ യൂളർ ഇക്വേഷൻ ഡെറിവേഷൻ ഫോർ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ഓൺലി, ആ ഒരു ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് എന്ത് ഡെറിവ് ചെയ്യാനുള്ളൂ? യൂളേഴ്സ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനായിട്ടുള്ളൂ. ഫൈനലി നമ്മൾ എന്താണ് റാൻകൈൻസ് ഫോർമുല ആൻഡ് ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൊഡ്യൂൾ 4 നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. സോ ഇതാണ് നമ്മുടെ 4 മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, യെസ്. സോ നമുക്ക് അടുത്ത എന്താണ്? ഈ 4 മൊഡ്യൂളിൽ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യൂരിയസ് ആയിരിക്കണം. ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓക്കെ, സോ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനാലിസിസ്. സോ ഫസ്റ്റ് എന്താണ്? യൂസ്ഡ് ഇൻ ഡിസൈൻ ഓഫ് സ്ട്രക്ചറൽ ആൻഡ് മെഷീൻ കോമ്പണൻസ് ലൈക്ക് റോഡ്സ്, bolts and pressure vessels to ensure എന്താണ്? സേഫ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആൻഡ് പ്രിവെന്റ് ഫെയിലിയർ. സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മെഷീൻ അല്ലെങ്കിൽ മെഷീനറി എക്യുപ്മെന്റ്സിന്റെ എന്താണ്? ഒരു ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ഒരു കപ്പാസിറ്റിക്കുള്ളിൽ നമുക്ക് ഒരു ആക്ട് ചെയ്യുന്ന ലോഡ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എൻഷുറിങ് നമുക്ക് എന്ത് എൻഷുർ ചെയ്യാൻ പറ്റും? അത് ഒരിക്കലും ഫെയിൽ ആവില്ല. കാരണം ആ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിക്ക് ഉള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വരികയില്ല? അവിടെ ഫെയിലിയർ വരികയില്ല, അല്ലേ? സോ അതിനാണ് നമ്മൾ എന്താണ് നമ്മുടെ വിവിധ തരത്തിലുള്ള സ്ട്രെസ്സസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ വിവിധ തരത്തിലുള്ള മെറ്റീരിയൽ എത്രത്തോളം സ്ട്രെസ് നമുക്ക് കൊടുക്കാം, സേഫ് സ്ട്രെസ് എത്രയാണ്, സേഫ് ലോഡിങ് കണ്ടീഷൻ എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ elastic constants and Hooke's law. So applied in material selection and engineering design to predict deformation behavior and ensure dimensional stability under. So നമുക്ക് ബേസിക്കലി നമ്മൾ നോക്കുന്ന ഡീഫോർമേഷണൽ ബിഹേവിയർ ആണ്. നമുക്ക് ആ ഡീഫോർമേഷണൽ ബിഹേവിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടാവും, ഈ ലോഡ് ചെയ്യപ്പെടുമ്പോൾ എത്രത്തോളം ഡീഫോം ആവുന്നു അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റെബിലിറ്റി ആ മെറ്റീരിയൽ ഉണ്ടാവും എന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? എലാസ്റ്റിക് കോൺസ്റ്റന്റ് ആൻഡ് ഹൂക്സ് ലോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ടോർഷൻ ഓഫ് ഷാഫ്റ്റ്സ് ആണ് യൂസ്ഡ് ഇൻ പവർ ട്രാൻസ്മിഷൻ സച്ച് ആസ് എന്താണ്? ഓട്ടോമൊബൈൽ ഡ്രൈവ് ഷാഫ്റ്റ്സ്, ടർബൈൻസ് ആൻഡ് ഗിയർ സിസ്റ്റംസ് ടു എൻഷുർ സേഫ് ടോർക്ക് ട്രാൻസ്മിഷൻ. സോ ഒരു സേഫ് ആയിട്ടുള്ള ടോർക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം? നമ്മുടെ ഓട്ടോമൊബൈൽസിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ടർബൈൻസ്, ഡ്രൈവ് ഷാഫ്റ്റ്സിലൊക്കെ നമുക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ എന്തിൽ പഠിക്കുന്നു? ടോർഷൻ ഓഫ് ഷാഫ്റ്റ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ പവർ ട്രാൻസ്മിഷനിൽ എന്താണ്? ഇൻ ഓട്ടോമൊബൈൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ്സ് അതുപോലെ തന്നെ ടർബൈൻസ്, ഗിയർ സിസ്റ്റംസ് ടു എൻഷുർ എന്താണ്? ഒരു സേഫ് ആയിട്ടുള്ള ഒരു ടോർക്ക് ട്രാൻസ്മിഷൻ, അതിനെക്കുറിച്ച് ഒരു സേഫ് ആയിട്ടുള്ള എത്ര ടോർക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സേഫ് ടോർക്ക് ട്രാൻസ്മിഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇത് പഠിച്ചു കഴിയുമ്പോൾ. ഓക്കെ, യെസ്. സോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് അനാലിസിസ്. സോ എസെൻഷ്യൽ ഇൻ ദ ഡിസൈൻ ഓഫ് ബീംസ് ആൻഡ് സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഇൻ ബിൽഡിംഗ്സ്, bridges and machinery for strength and stability. To ensure strength and stability കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വി എന്താണ് അനലൈസ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് അനാലിസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ലോഡ് ആക്ട് ചെയ്യും, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്, അതിനനുസരിച്ച് എത്രത്തോളം ലോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്, എത്രത്തോളമാണ് ഒരു ബീം ഡിഫ്ലക്റ്റ് ആകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുകയും ചെയ്യും. ഓക്കെ, so bending stress and flexural theory applied in the design of beams and girders and structural components to resist എന്താണ്? bending loads efficiency. എത്രത്തോളം ഒരു ബെൻഡ് ലോഡ്സിനെ എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സ്ട്രക്ചറൽ കോമ്പണൻസ് ടു റെസിസ്റ്റ് ബെൻഡിങ് ലോഡ്സ്
എഫിഷ്യൻ്റ്ലി. നമ്മൾക്കൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ലോഡ് കാരണം എന്ത് ചെയ്യുന്നു, ദർ വിൽ ബി ഡെഫിനറ്റ്ലി എന്താണ് ബെൻഡിങ് ഉണ്ടാവും. ആ ബെൻഡിങ്ങിനെ എത്രത്തോളം നമുക്ക് എന്താണ് എഫിഷ്യൻ്റ്ലി റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ബെൻഡിങ് സ്ട്രെസ് ആൻഡ് ഫ്ലെക്ഷണൽ തിയറി നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. ഇവിടെ എന്താണ്, ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ ആൻഡ് മെക്കാനിക്കൽ ഡിസൈൻ ടു കൺട്രോൾ ഡീഫോർമേഷൻ ആൻഡ് മെയിൻറ്റെയിൻ സർവീസബിലിറ്റി ആൻഡ് അലൈൻമെന്റ്. ഇതിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് മോഴ്സ് സർക്കിൾ used in failure analysis and design of components under complex loading conditions such as എന്താണ് pressure vessels and rotating parts. So കോംപ്ലക്സ് ആയിട്ടുള്ളൊരു, ഇപ്പം ഒരു ബോഡിയിൽ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നു, ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നു. സോ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിയെ നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ ഫെയിലിയർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് മോർ സർക്കിൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അടുത്ത നമ്മൾ എന്താണ്, ബക്ലിംഗ് ഓഫ് കോളംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ അപ്ലൈഡ് ഇൻ ദ ഡിസൈൻ ഓഫ് കോളംസ് ആൻഡ് സ്ട്രട്സ് ഇൻ ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ് ടു പ്രിവെന്റ് ഇൻസ്റ്റബിലിറ്റി ആൻഡ് സഡൻ ഫെയിലിയർ. സോ നമ്മളെ ബക്ലിംഗ് കാരണം സഡൻ ഫെയിൽ ആവാതിരിക്കാനും, സോ ഒരു കോളത്തിലേക്ക് നമ്മൾ ഒരു ലോഡ് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ എത്രത്തോളം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും ലോഡ്, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. സോ അതിന്റെ എന്താണ് നമ്മൾ അതിന്റെ ഫെയിലിയർ നമുക്ക് തടയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഈ ബക്ലിംഗ് ഓഫ് കോളംസ് നമ്മൾ പഠിക്കുന്നത്. സോ എത്രത്തോളം ലോഡ് കൊടുത്തു കഴിയുമ്പോൾ എത്രത്തോളം ഒരു സേഫ് ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ നമ്മുടെ ഈ അനാലിസിസിന്റെ ഉപയോഗം. സോ ആ സേഫ് ലോഡ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്താണ്, വി കൻ ലോഡ് ദ ബീം അണ്ടർ ദാറ്റ് സേഫ് ലോഡ് സച്ച് ദാറ്റ് ഇറ്റ് ഡസൻ എന്താണ് ബക്കിൾ അല്ലെങ്കിൽ പ്രിവെന്റ് ഫെയിലിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ 4 മൊഡ്യൂളുള്ള സിലബസിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. സോ ഈ 4 മൊഡ്യൂൾസ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത്രയും എന്താണ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഉള്ളൊരു സബ്ജക്റ്റും കൂടിയാണ് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. സോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നമുക്ക് എന്താണ് നല്ല രീതിയിൽ പഠിക്കാം. സോ വളരെ എളുപ്പമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.